മനോഹരമായ ട്രീ ഹൗസിലെ താമസം, അതും ലോകത്തിലെ തന്നെ ആദ്യത്തെ അഗ്രികൾച്ചർ തീം പാർക്കിന്റെ ഉള്ളിൽ. അവിടുത്തെ ആക്ടിവിറ്റീസും കാഴ്ചകളും വിശേഷങ്ങളും കൂടാതെ കേശുട്ടന്റെ കുഞ്ഞു ബർത്ത്ഡേ സെലിബ്രേഷനും കണ്ടാലോ. തല്ലേലി അപ്പൂപ്പൻ കാവിൽ പോയിട്ട് വരുന്ന വഴിയാണേ. മാംഗോ മെഡോസ് ആണ് നമ്മുടെ മെയിൻ ഡെസ്റ്റിനേഷൻ എങ്കിലും നല്ലൊരു ലഞ്ച് കഴിക്കാനാണ് ഇപ്പൊ നമ്മൾ പോകുന്നത്. കോട്ടയത്തെ പെരുന്തുരുത്ത് എന്ന് പറയുന്ന സ്ഥലത്താണ് വിളക്കുമരം എന്ന ഈ കള്ള് ഷാപ്പ്, അതായത് ഫാമിലി റെസ്റ്റോറന്റ് ഉള്ളത്. കള്ള് ഷാപ്പിൽ വന്നിട്ട് എങ്ങനെയാണ് ഒരു മുന്തിരിക്കള്ളെങ്കിലും കുടിക്കാൻ നമ്മൾ പോകുന്നത്. സോ അതിനോടൊപ്പം തന്നെ പെയർ ചെയ്യാനായിട്ട് നല്ല ഷാപ്പ് സ്പെഷ്യൽ മീൻ വറുത്തതും കപ്പയും കല്ലപ്പവും മീൻ പൊള്ളിച്ചതും ഒക്കെ എത്തിയിട്ടുണ്ട്. അതിലേറ്റവും മെയിൻ ആണ് നമ്മുടെ ഈ കരിമീൻ പൊള്ളിച്ചത്. അതിനകത്ത് നല്ല ഫ്ലേവർ ഉണ്ട്. തുറന്നപ്പോൾ തന്നെ ഉള്ളിൽ കണ്ടോ നല്ലൊരു പീസ് തക്കാളിയും പിന്നെ കിസ്മിസും അണ്ടിപ്പരിപ്പും ഒക്കെ ഇട്ടിട്ടുണ്ട്. എന്തായാലും ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം. അതിൻ്റെ മസാല എൻ്റെ പൊന്നെ എന്തൊരു രക്ഷയില്ലാത്ത ടേസ്റ്റ് ആയിരുന്നു. കൂടെ വെണ്ണ പോലുള്ള കപ്പയും ഒരു സിപ്പ് മുന്തിരിക്കള്ള്. ആഹാ, എന്ത് ടേസ്റ്റ് ആയിരുന്നെന്നോ. അടിപൊളിയായിരുന്നേ. നല്ല ഗംഭീര ഊണും കഴിഞ്ഞ് കടുത്തുരുത്തി ലക്ഷ്യമാക്കിയിട്ടാണ് നമ്മളിങ്ങനെ പോയിക്കൊണ്ടിരുന്നത്. വഴിയിൽ നല്ലൊരു കാഴ്ച കണ്ടൊന്ന് നിർത്തിയതാണേ. ഒരു കൂട്ടം താറാവാണേ. നാടൻ പൂവൻ താറാവുകളും മുട്ടയും വിൽക്കപ്പെടുമെന്നൊക്കെ ഇങ്ങനെ ബോർഡ് വെച്ചിട്ടുണ്ട്. ഇവിടെ ഉള്ളവർക്ക് ഇതൊക്കെ ഒരു നോർമൽ കാഴ്ചയായിരിക്കും, പക്ഷെ മറ്റു സ്ഥലത്തുനിന്ന് വരുന്ന ഞങ്ങളെ പോലെയുള്ളവർക്ക് ഇത് നല്ലൊരു കാഴ്ച തന്നെയായിരുന്നു. കുറച്ചു നേരം ഞങ്ങളത് കണ്ടു നിന്നു. അങ്ങനെ നമ്മുടെ ഡെസ്റ്റിനേഷൻ എത്തിച്ചേർന്നിരിക്കുകയാണ്. നമുക്ക് അലോട്ട് ചെയ്ത സ്പേസിൽ കാറും പാർക്ക് ചെയ്ത് ഞങ്ങൾ റിസപ്ഷൻ ഏരിയയിലേക്ക് പോവാണ്. ആക്ച്വലി ഇന്ന് നമ്മൾ ഇവിടെ വരുന്ന കാര്യം കേശുവിനെ അറിയത്തില്ലായിരുന്നു. അതുകൊണ്ട് തന്നെ ആദ്യം ഒരു ചെറിയ കിളി പോയ അവസ്ഥയിലായിരുന്നു ആശാൻ. നമ്മൾ ബുക്ക് ചെയ്തിട്ടുള്ള ഏറുമാടം കോട്ടേജ് ഇവരുടെ കപ്പിൾ ഫ്രണ്ട്ലി പ്രോപ്പർട്ടിയാണ് കേട്ടോ. ആക്ച്വലി നമ്മുടെ കൂടെ കുട്ടിയെ കണ്ടപ്പോൾ അവരത് എടുത്തു പറഞ്ഞു. പിന്നെ നമ്മളത് സംസാരിച്ച് ഡീൽ ചെയ്തു. ചെക്ക് ഇൻ പ്രോസസ് ഒക്കെ കംപ്ലീറ്റ് ആവാൻ വേണ്ടിയിട്ട് നമ്മളിങ്ങനെ ലോബിയിൽ വെയിറ്റ് ചെയ്യുന്ന സമയത്ത് അവരുടെ പ്രോപ്പർട്ടിയുടെ സ്പെഷ്യാലിറ്റീസ് ഒക്കെ നമുക്ക് ഒരു സ്ക്രീനിൽ ഇങ്ങനെ കാണിച്ചു കണ്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ വേഗം സമയം പോവും. അപ്പോഴേക്കും അവരുടെ ഇലക്ട്രിക് വണ്ടിയിൽ ഒരു ചേച്ചി നമ്മളെ കൂട്ടിക്കൊണ്ടുപോകാനായിട്ട് വന്നു. നമ്മുടെ കാറിൽ നിന്നുള്ള സാധനങ്ങളെല്ലാം എടുത്ത് അവർ നമ്മളിങ്ങനെ കൊണ്ടുപോകും. നമുക്ക് ഇതിൻ്റെ ഉള്ളിൽ പ്രൈവറ്റ് വാഹനങ്ങൾ അലൗഡ് അല്ല. ഇവരുടെ ഈ വണ്ടിയിൽ മാത്രമേ നമുക്ക് പോകാനായിട്ട് പറ്റത്തുള്ളേ. ഉള്ളിൽ കയറുമ്പോൾ തന്നെ ഫുൾ ചെടികളും മരങ്ങളുമാണ്. അപ്പൊ തന്നെ ഒരു പോസിറ്റീവ് ഫീലിംഗ് ആണ് നമുക്ക്. ഇതാണ് ഏറുമാടം കോട്ടേജ്. കപ്പിൾ ഫ്രണ്ട്ലി കോട്ടേജ് ആണ്. നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടാണ് ഇത് അവർ കൺസ്ട്രക്ട് ചെയ്തിട്ടുള്ളത്. ഒരുപാട് മരങ്ങൾക്ക് ഇടയിൽ നല്ലൊരു മരത്തിന്റെ മുകളിൽ ചെയ്തിരിക്കുന്ന പോലെ തന്നെയാണ് അവർ ഇത് കൺസ്ട്രക്ട് ചെയ്തിട്ടുള്ളത്. ഒറിജിനൽ മരമല്ല എന്ന് മാത്രമേ ഉള്ളൂ. ഇനി ഉള്ളിലേക്ക് നമുക്കൊന്ന് നോക്കാം. ഇവിടുത്തെ സ്റ്റെപ്സ് കണ്ടോ, നല്ല കുത്തനെയാണ് ചെയ്തിട്ടുള്ളത്. നമ്മളടുത്ത് സ്പെഷ്യലായിട്ട് പറഞ്ഞിട്ടുണ്ട് കുട്ടിയെ കൊണ്ടുവന്നിട്ടുള്ളത് കൊണ്ട് ശ്രദ്ധിച്ചോളാം, സ്റ്റെപ്പൊക്കെ ഉണ്ട് എന്ന്. അപ്പൊ എനിക്ക് മനസ്സിലായി ഇതാണ് കാര്യം എന്ന്. ഒരാൾ എക്സൈറ്റഡ് ആയിട്ട് ഇങ്ങനെ കാത്തു നിൽക്കുവാണ് നമ്മളെ. സ്റ്റെയർ കയറി മുകളിലേക്ക് വരുമ്പോൾ കണ്ടോ നമ്മുടെ അവിടെ നിന്ന് കാണാൻ പറ്റുന്ന വ്യൂ. ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള നെൽപ്പാടമാണ്. അതിന്റെ കൂടുതൽ കാഴ്ചകൾ ഞാൻ കാണിച്ചു തരാം. അതിന് മുന്നേ റൂമിലേക്ക് നമുക്കൊന്ന് പോകണം. ഇവിടെ ഒരാൾ ഇങ്ങനെ വിളിച്ചുകൊണ്ടിരിക്കുവാണ്. കണ്ടോ, റൂമിന്റെ ഉള്ളിലും കംപ്ലീറ്റ് ആയിട്ട് തടി കൊണ്ടുള്ള ഫിനിഷിംഗ് ആണ് കൊടുത്തിട്ടുള്ളത്. എവിടെ പോയിരുന്നാലും നമ്മുടെ ആശാൻ ആദ്യം അവിടുത്തെ ബെഡിൽ കയറി ഒന്ന് ചാടി മറിയണം. അത് മസ്റ്റാണ് പുള്ളിക്കാരന്. നമുക്ക് അത്യാവശ്യം വേണ്ട എല്ലാ അമ്യൂണിറ്റീസും അവിടെ തന്നെ വെച്ചിട്ടുണ്ട്. കൂടാതെ അത്യാവശ്യം സ്പേഷ്യസ് ആയിട്ടുള്ള ഒരു വാഷ്റൂമും തന്നെയാണ്. ഇത് നമ്മുടെ സാധനങ്ങളൊക്കെ വെക്കാൻ വേണ്ടിയിട്ടുള്ള കബോർഡാണ്. അതും അത്യാവശ്യം നല്ല സ്റ്റോറേജ് സ്പേസ് ഉള്ളത് തന്നെയാണ്. നമ്മുടെ റൂമിൽ നിന്ന് കാണാൻ പറ്റുന്ന വ്യൂ ഒന്ന് നോക്കിക്കേ. ആ ചെയറിൽ പോയിരുന്നുണ്ടല്ലോ, നല്ല കാറ്റൊക്കെ കൊണ്ട് ഈവനിങ് നമുക്ക് ആസ്വദിച്ച് അങ്ങനെ ഇരിക്കാം. ഫ്രണ്ടിൽ കാണുന്നതാണ് കനാല്. ഇതുവഴി ഇവരുടെ ഷിക്കാര ബോട്ടൊക്കെ പോകും എന്നാണ് കേട്ടത്. നമ്മളവിടെ നിന്നപ്പോൾ ഒന്ന് പോയി. ഇതാണ്. അങ്ങനെ കുറേ നേരം നമ്മളിങ്ങനെ നെൽപ്പാടമൊക്കെ കണ്ടു നിന്നു. എങ്ങനെയാണ് നെല്ലിൽ നിന്ന് അരിയും പിന്നെ നമുക്ക് ചോറും ഒക്കെ ഉണ്ടാക്കാൻ പറ്റുന്നത് എന്ന് കേശുക്കുട്ടനും പറഞ്ഞൊക്കെ കൊടുത്തു. പിന്നെയാണ് ഓർമ്മിച്ചത് 5 മണി വരെ ഇവിടെ ഫിഷിംഗ് ചെയ്യാനായിട്ട് പറ്റുള്ളൂ. ഇവിടെ നമ്മൾ വരുന്നതിന്റെ മെയിൻ റീസൺ തന്നെ കേശുക്കുട്ടന് ഫിഷിംഗ് ചെയ്യണമെന്നുള്ള ഒരു ആഗ്രഹം പറഞ്ഞതുകൊണ്ടാണ്. അപ്പം നമ്മൾ അതിന്റെ സ്ഥലത്തേക്കുമാണ്. നമ്മുടെ ഈ ഏറുമാടത്തിന്റെ തൊട്ടടുത്ത് തന്നെയാണ് ഫിഷിംഗ് ചെയ്യാനുള്ള ഈ സ്പോട്ട് ഉള്ളത്. ഇതേ കണ്ടില്ലേ, നമ്മൾ നേരത്തെ കണ്ടില്ലേ ഷിക്കാര റൈഡ്, നമ്മുടെ ആ ഏറുമാടത്തിന്റെ ഫ്രണ്ടിൽ കൂടെ പോകുന്ന ആ കനാല് തന്നെയാണ് ഇതും കേട്ടോ.
നല്ല രസമാണ്. നമുക്കും ഇത് ചെയ്യാൻ പറ്റും. പിന്നെ നമ്മൾ ഇന്ന് അതൊന്നുള്ള ടൈം ഓൾറെഡി നമ്മൾ എത്തിയപ്പോൾ ഇച്ചിരി ലേറ്റ് ആയി പോയത് കാരണം നാളെ നമ്മൾ ഇതൊക്കെ ചെയ്യാമെന്നുള്ള പ്ലാനിങ്ങിലാണ്. നിലവിൽ കണ്ടോ നമ്മുടെ ഫിഷിങ്ങിന് വേണ്ടിയിട്ടുള്ള റോഡ്, അതിനകത്ത് അറ്റാച്ച് ചെയ്യാനുള്ള ഇരയും ഒക്കെ. ഇര മീൻസ് അതിൻ്റെ ഒരു ഫുഡാണ്, അവരവിടെ തന്നെ വെച്ചിട്ടുണ്ട്. നമ്മൾ വന്നപ്പോൾ അവിടെ വേറെ ആരും ഇല്ലായിരുന്നു. സോ നമ്മൾ തന്നെ എടുത്തതൊക്കെ ഒന്ന് ചെയ്യുവാണ്. അങ്ങനെ കേശുക്കുട്ടനും അച്ഛനും കൂടെ ഗംഭീര പ്ലാനൊക്കെ സെറ്റ് ചെയ്ത് ചൂണ്ടയിടാൻ പോവാണ്. പക്ഷേ വിച്ചു വെള്ളം കണ്ടപ്പോഴേ പറഞ്ഞു ഇവിടെ നിന്ന് മീൻ കിട്ടാൻ ചാൻസ് വളരെ കുറവാണ്. കാരണം കണ്ടില്ലേ, ആ വെള്ളം ഓൾറെഡി ഒരു പാടയൊക്കെ കെട്ടിയ പോലെ ഈ ഒരു ഭാഗത്തേക്ക് തീരെ ഒഴുക്കൊന്നുമില്ല വെള്ളത്തിന്. പിന്നെ കേശുക്കുട്ടൻ്റെ ഒരു ആഗ്രഹമല്ല, അവനൊന്ന് ഇട്ട് നോക്കട്ടെ എന്ന് വിചാരിച്ചു. അവൻ ആ ചൂണ്ടയൊക്കെ കണ്ടപ്പോൾ തന്നെ ആൾക്ക് ഭയങ്കര സന്തോഷമായി. ഏതായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കട്ടെ അവൻ. സത്യം പറയാലോ, മാനത്ത് കണ്ണി അല്ലാതെ വേറെ ഒരു മീനിനെയും അവിടെ കാണാൻ പോലും ഞങ്ങൾക്ക് കിട്ടിയില്ല. പിന്നെ കേശുക്കുട്ടൻ ഒരു സന്തോഷം എന്ന് പറഞ്ഞാൽ ചൂണ്ടയൊക്കെ പിടിച്ച് കുറച്ചു നേരം നിന്നപ്പോഴത്തേക്ക് ആൾക്കൊരു ഹാപ്പിനെസ് ഉണ്ടായി. അത് മതി ഞങ്ങൾക്ക്. നിങ്ങൾക്ക് കേൾക്കാൻ പറ്റുന്നുണ്ടല്ലോ, നല്ല ചീവീടിന്റെ ഒച്ചയാണ് ഇവിടെ പുറത്തിറങ്ങി കഴിഞ്ഞാൽ. കാരണം ഇവിടെ അത്രയ്ക്ക് ചെടികളും മരങ്ങളും കൊണ്ട് നിറഞ്ഞതാണ്. ഓരോ മരത്തിലും അതിൻ്റെ പേരും അതിൻ്റെ ഡീറ്റെയിൽസ് ഒക്കെ എഴുതി വെച്ചിട്ടുണ്ട്. നമുക്കതൊക്കെ യൂസ്ഫുൾ ആയിട്ടുള്ള കാര്യമാണ്. പിന്നെ ഈ കാണുന്ന കനാലുണ്ടല്ലോ, ഇതുവഴിയാണ് ബോട്ടിങ്ങിൻ്റെ കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. കുട്ടവഞ്ചിയിൽ കുറച്ച് ആളുകളൊക്കെ ഇങ്ങനെ പോകുന്നുണ്ടേ. നമ്മൾ വീണ്ടും റൂമിലേക്ക് തിരിച്ചു വന്നു. കാരണം പൂളിൽ ക്ലീനിങ് നടക്കുവാണേ. 6 മണി വരെ നമുക്കിനി സമയമുണ്ട് പൂളിൽ ഇറങ്ങാനായിട്ട്. സോ നമ്മളിങ്ങനെ നടക്കാൻ ഇറങ്ങിയാണ്. നമ്മുടെ കോട്ടേജിന്റെ തൊട്ടടുത്തുള്ള ഊഞ്ഞാലാണ് ആളിങ്ങനെ ആസ്വദിച്ചിരിക്കുന്നത്. ഇത് കണ്ടോ, ഒരു മരവും സ്ത്രീയും ഇങ്ങനെ മെർജ് ചെയ്ത് നിൽക്കുന്ന പോലെയുള്ള ഒരു സ്കൾപ്ചറാണിത്. ഇത് നമ്മുടെ സോഡിയാക് ട്രീ ആണ്, അതായത് നമ്മുടെ ജന്മനക്ഷത്രത്തിന്റെ വൃക്ഷങ്ങളാണ്. അത് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും കേട്ടോ, ഇതിനകത്ത് എഴുതിയിട്ടുണ്ട് അവര്. ഇവിടെ സൺസെറ്റിന്റെ ടൈമിലുള്ള മനോഹരമായിട്ടുള്ള കുറച്ച് കാഴ്ചകൾ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാവേ. ഇനി നമ്മുടെ പൂൾ ടൈം ആണ്. ഇവിടെ സ്റ്റേ ചെയ്യുന്ന ഗസ്റ്റുകൾക്ക് മാത്രമേ മാംഗോ പൂൾ ഈ ടൈമിൽ യൂസ് ചെയ്യാനായിട്ട് പറ്റത്തുള്ളേ. ഇവിടെ ജസ്റ്റ് ഒരു കുളി പാസ്സാക്കിയിട്ട് വേണം നമുക്ക് പൂളിലേക്ക് ഇറങ്ങാൻ. ഇവിടെ ഒരു കുഞ്ഞു ബേബി പൂൾ ഉണ്ട്, എന്നാലും നമ്മളവിടെ ഇറങ്ങുന്നില്ല. നല്ല സൺസെറ്റിന്റെ ടൈം ആയിരുന്ന കാരണം പൂളിൽ ഡയറക്റ്റ് ആയിട്ട് സൺലൈറ്റ് അടിക്കുന്നില്ല. അതുകൊണ്ട് തന്നെ നമുക്ക് പൂളിൽ ഇറങ്ങാൻ പറ്റിയ ടൈമാണിപ്പോ. കേശുടനാണെങ്കിൽ ഒരു ഇൻഫ്ലൈമബിൾ സ്വിമ്മിങ് ജാക്കറ്റ് ഒക്കെ ഇട്ടിട്ടാണ് ഇറങ്ങിയത്. പക്ഷെ അവന്റെ വെയിറ്റ് സ്യൂട്ട് ആവാത്തതാണോ അതോ അതിനകത്ത് അധികം എയർ ഇല്ലാത്തത് കൊണ്ടാണോ എന്ന് അറിയത്തില്ല. ആൾക്ക് പൊങ്ങിക്കിടക്കാൻ പറ്റുന്നില്ല. സോ അച്ഛനെ കെട്ടിപ്പിടിച്ചിങ്ങനെ ഇരിക്കുവാണ്. പിന്നെ നമ്മൾ ട്യൂബ് കൊടുത്തപ്പോൾ ആൾ ഓക്കെ ആയി. ഞാൻ പിന്നെ പണ്ടേ ട്യൂബിന്റെ ആളാണ്. എനിക്ക് നീന്താനൊന്നും അറിയത്തില്ല കേട്ടോ. വിച്ചു എന്നെ കുറെ തവണ പഠിപ്പിക്കാൻ ശ്രമിച്ച് പരാജയപ്പെട്ടു പോയ പരിപാടിയാണത്. വിച്ചു ആണെങ്കിൽ ചെറുപ്പം മുതലേ നന്നായിട്ട് നീന്തും കേട്ടോ. ഞങ്ങളുടെ കൂട്ടത്തിലെ ഏക നീന്തൽ വിദഗ്ധൻ. നമ്മൾ ഉറപ്പായിട്ടും കേശുക്കുട്ടനെ നീന്തൽ പഠിപ്പിക്കും കേട്ടോ. എല്ലാ കുട്ടികളെയും പറ്റുന്നെങ്കിൽ നിങ്ങൾ സ്വിമ്മിങ് പഠിപ്പിക്കണം. കാരണം ഒരു മനുഷ്യനെ സംബന്ധിച്ചിട്ട് നമുക്ക് മസ്റ്റായിട്ട് വേണ്ട ഒരു ലൈഫ് സ്കില്ലാണ് സ്വിമ്മിങ് എന്ന് പറയുന്നത്. അങ്ങനെ നമ്മൾ പുറത്ത് ഡിന്നർ കഴിക്കാൻ വേണ്ടി വന്നിരിക്കുവാണ്. ഇത് നമ്മുടെ കോട്ടയം ഏറ്റുമാനൂരുള്ള ഹാങ് ഔട്ട് സ്ട്രീറ്റ് ഫുഡ് ഹബ്ബാണ്. വെളുപ്പിന് 3 മണി വരെ ഇവിടെ നമുക്ക് എല്ലാ ഫുഡും ടേസ്റ്റ് ചെയ്യാനും നൈറ്റ് ലൈഫ് എൻജോയ് ചെയ്യാനും പറ്റുന്ന സ്പോട്ടാണ്. ഞാൻ പ്രതീക്ഷിച്ചതിനേക്കാളൊക്കെ ഒത്തിരി നല്ല ഡെക്കറേഷനും വൈബും ഒക്കെ ഉള്ള ഒരു സ്ഥലമാണ് ഇത്. സത്യം പറഞ്ഞാൽ തുടക്കത്തിൽ ഞങ്ങൾ കേശുട്ടനെ പറ്റിച്ചായിരുന്നേ. കേശുട്ടന്റെ ബർത്ത്ഡേക്ക് വേണ്ടി അച്ഛനും അമ്മയും ഡെക്കറേറ്റ് ഒക്കെ ചെയ്ത് പാട്ടൊക്കെ ഇട്ട് സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന സ്ഥലമാണെന്നൊക്കെ പിന്നീട് അവനോട് സത്യം പറഞ്ഞു കേട്ടോ.
നിങ്ങൾ നോക്കിക്കേ, ഇവിടുത്തെ സീറ്റിംഗ് അറേഞ്ച്മെന്റ്സും ലൈറ്റിംഗ് അറേഞ്ച്മെന്റ്സും പിന്നെ ഫോട്ടോ എടുക്കാനായിട്ടുള്ള നല്ല സ്പോട്ടുകളൊക്കെ ഉണ്ട്. പിന്നെ ഫുഡും അങ്ങനെയാണ്, ഒത്തിരി വെറൈറ്റിയിലുള്ള ഫുഡാണ് കിട്ടുന്നത്. പോപ്കോണും ഡെസേർട്സും സുലൈമാനിയും ബിരിയാണിയും ഡെസേർട്സും അങ്ങനെ ഒത്തിരി ഐറ്റംസ് ഉണ്ട്. നമുക്ക് ഏത് ഫ്ലേവർ ഇഷ്ടമുള്ളവർക്കും ഇവിടെ വന്നു കഴിഞ്ഞാൽ നിരാശരായി പോവേണ്ടി വരത്തില്ല. നമ്മൾ ഇപ്രാവശ്യം ഒരു വെറൈറ്റിക്ക് കേക്കിന് പകരം കുനാഫ കട്ട് ചെയ്തിട്ടായിരുന്നു കേശുട്ടന്റെ ബർത്ത്ഡേ സെലിബ്രേറ്റ് ചെയ്തത്. അപ്പോൾ ഇതോടുകൂടി ഇന്നത്തെ വീഡിയോ അവസാനിപ്പിക്കുകയാണ്. ബാക്കി വിശേഷങ്ങൾ അടുത്ത വീഡിയോയിൽ കാണാം. അതുവരേക്കും ടാറ്റാ, ബൈ ബൈ.